അടിച്ചു പൊളിക്കുന്നവരെ ഭയപ്പെട്ടുള്ളൂ. മുസ്ലിം ലോകമേ, നിങ്ങളെക്കുറിച്ച് എനിക്ക് പേടിയാകുന്നത് നിങ്ങൾക്ക് സമ്പത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് നിങ്ങൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങുമ്പോഴാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് ഇന്ന അഖ്ഷാലേക്കും ലാ അഖ്ഷാലേക്കുമുൽ ഫഖർ, നിങ്ങൾക്ക് ദാരിദ്ര്യമുള്ള കാലത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഒരു പേടിയുമില്ല എനിക്ക്. വലാകിന്നി അഖ്ഷാലേക്കും, അറബിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോൾ ഈ ദുരന്തം വല്ലതും ഉണ്ടായിരുന്നു? അറബിക്ക് പണം വന്നപ്പോൾ എന്താണിപ്പോൾ? സ്വസ്ഥമായ ഒരു ഉറക്കമുണ്ടോ? അന്തുബുസത്താലേക്കും ദുനിയാക്കും. അതുകൊണ്ട് അടിച്ചുപൊളിക്കാരേ, നരകം നിങ്ങളെ കാത്തിരിക്കുന്നു. അടിച്ചുപൊളി ചെറുതല്ല. അല്ലാഹു തആല നരകത്തെ സംബന്ധിച്ച് പറഞ്ഞ അനുഭവങ്ങൾ ഭൂമിയിൽ തുർക്ക്മെനിസ്ഥാനിൽ 230 അടി ആഴത്തിൽ കത്തിക്കൊണ്ട് 50 വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരകഗർത്തം, ഡോർ ഓഫ് ഹെൽ, നരകത്തിലേക്കുള്ള വാതായനം എന്നാണ് ലോകം അതിനെ വിളിക്കുന്നത്. നമുക്കൊക്കെ കാണാം. അതുകൊണ്ട് നരകമില്ല. ഈ പറയപ്പെട്ട അതിൽ നിന്നുതിരുന്ന തീപ്പൊരികൾ എത്ര വലിപ്പത്തിലാണെന്ന് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഒരു തീപ്പൊരി ചിതറുന്ന കെട്ടിടങ്ങൾ പോലെയും ചുമന്ന മഞ്ഞ ഒട്ടകങ്ങൾ പോലെയും തീപ്പൊരികൾ ചിതറുന്ന അഗ്നിജ്വാലകൾ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ എവിടെയാണ് ഉള്ളത്? അങ്ങനെ ഒരു ലോകമുണ്ടോ എന്നൊക്കെ സംശയിച്ചെങ്കിൽ നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ നാം അറിയുന്ന കോണുകളിൽ പോലും അതൊക്കെ കണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിഷേധം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് ഈ ലോകത്ത് ഒതുങ്ങുന്ന ഒരു ജീവിതവുമായിട്ടല്ല എന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം പറഞ്ഞു വരികയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധമാണ് മനുഷ്യന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം മറന്ന മനുഷ്യൻ്റെ ജീവിതം തീർച്ചയായും അരാജകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജീവിതത്തിൽ മനുഷ്യൻ ഒരു ഗോൾ, ഒരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോഴാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി അവൻ്റെ പ്രവർത്തനത്തെ ക്രോഡീകരിക്കാനും ക്രമീകരിക്കാനും കഴിയുക. അതുകൊണ്ട് തന്നെ ഈ ലോകത്തേക്ക് നമ്മെ അയച്ചപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിൻ്റെ സീമകളിലും പരിധികളിലും ഒതുങ്ങുന്നതല്ലെന്നും ഈ ലോകം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രവർത്തന മണ്ഡലം മാത്രമാണെന്നും ഒരു പരീക്ഷണാലയം മാത്രമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാ കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുകയും നമ്മെ ജീവിത ലക്ഷ്യം പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തെ നമ്മുടെ നന്മ തിന്മകളാണ്. 2 സാധ്യതകളും നൽകപ്പെട്ട മനുഷ്യൻ അവൻ്റെ നന്മ പക്ഷസാധ്യതയെ പ്രയോജനപ്പെടുത്തി മാനസികമായി വളരാനും ആത്മീയമായി ഉയരാനും അതിലൂടെ അവൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക സന്തോഷത്തിൻ്റെ സങ്കേതമായ സ്വർഗത്തിലേക്ക് പറന്നു പോകാനും അവനെ പാകപ്പെടുത്തുന്ന പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് പടച്ചതമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുക. സഹോദരങ്ങളെ, നന്മ ചെയ്യുന്നവർക്കുള്ള സ്വർഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ സൂറത്തുൽ വാഖിയയിലൂടെ നാം കേട്ടത്. സ്വർഗം തീർച്ചയായും നമ്മുടെ മുമ്പിലുണ്ട്. ആ സ്വർഗം ഓരോ മനുഷ്യൻ്റെയും ഈ ലോകത്തെ മോഹസാഫല്യത്തിൻ്റെ ലോകമാണ്. സാധാരണഗതിയിൽ നാം ലോകത്ത് പറയാറുണ്ട്, ഈ ലോകം മോഹങ്ങളുടെ പട്ടടയാണ്. മനുഷ്യന് മോഹിക്കാനേ കഴിയൂ, മോഹത്തിന് സാഫല്യം നൽകാൻ കഴിയാത്ത ലോകമാണെന്ന്. പക്ഷേ അത് നിരാശന്മാരുടെ വാക്കുകളാണ്, നിരാശാപരിതരുടെ വാക്കുകളാണ്. പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെയൊന്നില്ല. മോഹങ്ങളുടെ പട്ടടയാണ് ഈ ലോകം എന്ന് പറയുമ്പോഴും മോഹമുണ്ടായാൽ മോഹത്തിന് സാഫല്യമുണ്ട് എന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. മോഹിച്ചതിനൊക്കെ സാഫല്യം നൽകുന്നു അല്ലാഹു. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് എത്തിച്ചേരുന്ന സ്വർഗവാസികളിലെ 2ാം വിഭാഗം അസ്ഹാബുൽ യമീൻ, അഥവാ നന്മകളും തിന്മകളും ജീവിതത്തിൽ ഒരുപോലെ കൊണ്ട് നടന്നവർ. പക്ഷേ അവരുടെ തിന്മകളേക്കാൾ നന്മകൾ കവച്ചു വയ്ക്കണമെന്നെങ്കിലും അവർ ചിന്തിക്കുകയും തിന്മകൾ ചെയ്യുമ്പോൾ മനസ്സ് നോവുകയും നൊമ്പരപ്പെടുകയും ഇതിനല്ല ഞാൻ വന്നതെന്ന് ഓർക്കുകയും നന്മകൾ ചെയ്യുമ്പോൾ ഉള്ളാകെ ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു ജനത. അങ്ങനെയെങ്കിലും നമുക്കാകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ളവർക്ക് നൽകുന്ന സമ്മാനങ്ങളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞത്. അവർക്ക് അല്ലാഹു വളരെ മനോഹരമായ അനുഗ്രഹങ്ങൾ നൽകുമെന്ന്. അവർ വൃക്ഷത്തണലുകളിലായിരിക്കും, അതുപോലെ തന്നെ വലിയ വലിയ ഫലവർഗ തോപ്പുകളിലായിരിക്കും, നീണ്ടു പരന്ന തണലുകളിലായിരിക്കും. കുത്തിച്ചൊരിയുന്ന അരുവികളും വെള്ളച്ചാട്ടങ്ങളുമൊക്കെ അവർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ നിർബാധമായ ഫലവർഗങ്ങൾ, അനുസ്യൂതമായ സീസൺ മുറിയാത്ത, അതുപോലെ അവർക്ക് ഒരു തരത്തിലുള്ള വിലക്കുകളുമില്ലാത്ത ഫലസമൃദ്ധിയാൽ സമ്പന്നമായ, അതുപോലെ തന്നെ അവരേറ്റവും കൂടുതൽ ഈ ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന
അവൻ്റെ നിയന്ത്രണങ്ങളെപ്പോലും അവൻ്റെ അച്ചടക്ക ജീവിതത്തെപ്പോലും അട്ടിമറിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇച്ഛയായ അവൻ്റെ ഈ ഇംഗിതമായ അവൻ്റെ മോഹമായ ഇണയോടുള്ള ഇംഗിതം, ആ ഇംഗിതത്തിന് തീർച്ചയായും ഈ ലോകത്തൊരു സാഫല്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്തവരാണ് നമ്മളൊക്കെ. നമുക്ക് ഇണകളുണ്ട്, പക്ഷേ ഇണകളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ്, സങ്കല്പങ്ങളാണ്, പൂർണ്ണതയ്ക്കും തികവിനും വേണ്ടിയിട്ടുള്ള തേട്ടങ്ങളാണ് നമുക്ക്. അള്ളാഹു പറയുന്നു അവർക്ക് ഏറ്റവും നല്ല ഇണകളെക്കുറിച്ചുള്ള അവരുടെ മുഴുവൻ സങ്കല്പങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ഈ ലോകത്ത് മനുഷ്യരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇണകളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ലാ ഖൈറ ഫിൻ നിസാഇ, മനുഷ്യരെ നിങ്ങൾ സ്ത്രീകളെക്കുറിച്ച് അമിത പ്രതീക്ഷകൾ പുലർത്തരുത്. ഈ ലോകത്ത് നിങ്ങൾക്ക് അത്രയേ കഴിയൂ. പക്ഷേ അള്ളാഹു ഇവിടെ പറയുന്നു ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അവിടെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അച്ചടക്ക പദ്ധതികൾക്കൊത്തു ജീവിക്കുകയും അധികം നന്മയെങ്കിലും സ്വന്തമാക്കുകയും തിന്മകളേക്കാൾ അധികം നന്മ എന്ന വിധത്തിലെങ്കിലും അവൻ്റെ ടാർജറ്റ് അവൻ പൂർത്തീകരിക്കുകയും ചെയ്താണ് അള്ളാഹുവിലേക്ക് അവൻ മടങ്ങുന്നതെങ്കിൽ അവൻ്റെ ഇണകളോടുള്ള മോഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, അവർക്ക് വേണ്ടി നാം ഏറ്റവും നല്ല ഇണകളെ പ്രത്യേകമായി തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടാവും. പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ഇടപെടലിലൂടെ തികവൊത്ത പൂർണ്ണയൊത്ത ഇണകളെ അല്ലാഹു തആല അവർക്കായി ഹൂറുൻ ഐൻ, പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും പറയുന്നുണ്ട്, ഹൂറുൻ ഐൻ, ഹൂറുൻ ഐനുകളായ ഇണകളെ അള്ളാഹു അവർക്കായി ഒരുക്കിയിട്ടുണ്ടാവും. അക്കൂട്ടത്തിൽ അല്ലാഹു തആല ഈ ലോകത്ത് നമുക്ക് നൽകിയ സാലിഹത്തുകളായ ഭാര്യമാരെയും തരും. അവരുടെ സൗന്ദര്യവും അവരുടെ സൗന്ദര്യ തികവും ഹൂറുൽ ഈനുകളെയും വെല്ലുന്നതാവുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള ഇണകളെക്കുറിച്ചുള്ള പൂവണിയാത്ത മോഹങ്ങൾ നമുക്ക് ഭൂമിയിലുണ്ടെങ്കിൽ അതും തീർച്ചയായും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പൂവണിയുന്ന ഒരു ലോകം തന്നെയാണ് സ്വർഗത്തിൻ്റെ ലോകം. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. എത്ര വലിയ സുന്ദരിയായ ഭാര്യയെ കിട്ടിയാലും പല ആളുകളും ഇണകളോടുള്ള അവൻ്റെ മോഹത്തിൽ പലപ്പോഴും നിരാശരാണ്. പലരും നിരാശരാകുന്നത്, പല ബന്ധങ്ങളും പൊളിയുന്നത് ഭാര്യയ്ക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, തറവാടില്ലാത്തത് കൊണ്ടല്ല. അധികവും അപകടങ്ങൾ ഉണ്ടാകുന്നത്, അകലങ്ങൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ഉള്ളവരിലാണ്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫിൻ നിസാഇ, സ്ത്രീകൾ നിങ്ങളുടെ അമിത പ്രതീക്ഷകൾക്ക് ആധാരമാകരുത്, ഇരയാകരുത്. വലാ സബറ അൻഹുന്ന, പക്ഷെ അവരില്ലാതൊരു ജീവിതവും നിങ്ങൾക്ക് സാധ്യമല്ല. യഗ്ലിബ്നകനി കരീമാ വയഗ്ലിബുഹുന്ന ലഈമോ, മാന്യനായ പുരുഷനെ സ്ത്രീകൾ തോൽപ്പിച്ചു കളയും, എന്നാൽ നീചനായ പുരുഷൻ അവൻ്റെ ഭാര്യമാരെ എന്നും തോൽപ്പിക്കുകയേ ഉള്ളൂ. ഒരു വലിയ മനഃശാസ്ത്രമാണ്. മനുഷ്യൻ്റെ മാന്യതയുടെ അടയാളമായി സ്ത്രീകളോടുള്ള സമീപനത്തെ വെച്ചു. അമിത പ്രതീക്ഷകളാണ് ഇതിനൊക്കെ കാരണമാകുന്നത്. അതുകൊണ്ട് അല്ലാഹ് പറയുന്നത് അവരുടെ ഇണകളെ പ്രത്യേകമായി നാം അതിനു വേണ്ടി അവരെ ആവിഷ്കരിച്ചുണ്ടാക്കും. അൻശഅനാഹുന്ന, ഇൻഷ എന്ന് പറഞ്ഞാൽ ആവിഷ്കാരമെന്ന, അള്ളാഹു പ്രത്യേകം ഇടപെട്ടവരെ സൃഷ്ടിക്കുന്നതാണ്. ഫജഅൽനാഹുന്ന അബ്കാറ, ആ ഇണകളെല്ലാം അവർക്ക് സമപ്രായക്കാരാണ്, സെയിം ഏജ്. അതാണ് സ്വർഗത്തിലെ ഇണകളുടെ സവിശേഷതയെന്ന് അള്ളാഹു ഈ പരിശുദ്ധ സൂറത്തിലൂടെ നമുക്ക് സ്വർഗത്തെ പരിചയപ്പെടുത്തി തരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഓർമ്മകളും നമുക്കുണ്ടായിരിക്കണം. എന്തെങ്കിലും ഇണകളുടെ വിഷയത്തിൽ നമുക്ക് ദോഷം വന്നാൽ, ഒരു നഷ്ടം ഭവിച്ചാൽ, നമ്മുടെ മോഹങ്ങൾക്ക് പൂർണ്ണത കൈവന്നില്ല എങ്കിൽ അവിടെയും നാം നിരാശരാകേണ്ട. അതിൻ്റെ പൂർണ്ണതയ്ക്കും അള്ളാഹു ഒരു ലോകം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. അവിടെ സാക്ഷാത്കരിക്കപ്പെടും എന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ്. അവർ സമപ്രായക്കാരാണ്. അള്ളാഹു പറയുന്നു അങ്ങനെയാണെന്ന്. തുടങ്ങുന്ന മിക്കവാറും സമപ്രായക്കാരില്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഉറുബ, അവർ ഭർതൃസ്നേഹ തൽപരരായിരിക്കും. അത്രാബ, അവർ തുല്യപ്രായക്കാരായിരിക്കും. അവർ കന്യകകളായിരിക്കും, നിത്യകന്യകമാർ. അങ്ങനെ ഒരു സങ്കല്പം സാധ്യമാകുമോ? നിത്യകന്യകാത്വം എന്ന് പറയുന്നത് പരലോകത്തിലെ സ്ത്രീകൾക്ക് അള്ളാഹു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷതയാണ്. എല്ലാ പുരുഷനും സമപ്രായക്കാരായ ഇണകളെ നൽകിയ അള്ളാഹു അവൻ്റെ ഈ ലോകത്തെ മോഹത്തിന് സാക്ഷാത്കാരം നൽകുന്ന സ്വർഗമാണത്. ഭർതൃസ്നേഹ തൽപരരാണ്. സ്വന്തം ഭർത്താവിനെ ഹഫീഹിന്ന ഖാസിറാത്തു തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. സൂറത്തുർ റഹ്മാനിൽ അത് വിശദീകരിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ അള്ളാഹു പറയുന്നു, അവിടെ
ഖാസിറാത്തു തർഫി, അവൻ്റെ കണ്ണുകളെ പിടിച്ചു പറിക്കുന്ന പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരു ഭാര്യയിലേക്കും തൻ്റെ കണ്ണൊന്ന് പാറിപ്പോകാൻ അവൻ ഒരിക്കലും തോന്നാത്ത വിധം തൻ്റെ ഭർത്താവിൻ്റെ കണ്ണിണകളെ പിടിച്ചു പറിക്കാൻ ശേഷിയുള്ളവരാണ് ഖാസിറാത്തു തർഫ്. ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഒരു പുരുഷനും ഒരു ജിന്നും ഒരു മനുഷ്യനും അവരെ സ്പർശിച്ചിട്ട് പോലുമില്ല അതുവരെയുമെന്ന്. ഇതിനൊക്കെ വേണ്ടിയാണ്. ഇവിടെയെല്ലാം ഒടുങ്ങിയെന്ന് വിചാരിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അച്ചടക്കം പാലിക്കാൻ പറ്റില്ല, അവന് ജീവിതത്തിൽ ധാർമ്മികത പാലിക്കാൻ പറ്റില്ല, അവന് സദാചാരം പാലിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം തീർന്നെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി അവൻ ഒരു ഭാര്യയിൽ ഒതുങ്ങണം? അല്ലേ? എന്തുകൊണ്ട് അവന് വ്യഭിചരിച്ചുകൂടാ? 1000 പേരെ വ്യഭിചരിക്കാൻ അവസരം കിട്ടുമെങ്കിൽ അത്രയും തന്നെ ചെയ്യണം. കാരണം ഇനിയൊരു മോഹം പൂർത്തീകരിക്കാൻ ഇടമില്ലെങ്കിൽ അതാണ് ബുദ്ധി. പക്ഷേ ഇവിടെ ബുദ്ധിമാന്മാരാണെന്ന് പറയുകയും ആളെ ബോധിപ്പിക്കാൻ വേണ്ടി 1-2 പേരിൽ ഒതുങ്ങി നിൽക്കുകയും ഒളിച്ചും പാത്തും പരസ്ത്രീഗമനം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ബുദ്ധിമാന്മാരല്ല. പക്ഷേ വിശ്വാസികൾ പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് മോഹങ്ങളൊന്നും പൂർത്തിയാകാത്തൊരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഒരുപാട് മോഹങ്ങൾ ഇനിയും സാക്ഷാത്കരിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വർഗത്തിൽ തരുമെന്ന് പറഞ്ഞ്. ജീവിക്കാനുള്ള മോഹം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, ഞാൻ മരിച്ചു പോകുന്നു. യുവത്വത്തിൻ്റെ മോഹം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല, വൃദ്ധനാകുന്നു. ആരോഗ്യവാനായിരിക്കുക എന്ന മോഹത്തിന് സാക്ഷാത്കാരമില്ല, ഞാൻ അറിയാതെ രോഗിയാകുന്നു. അങ്ങനെ ദുഃഖിതനാവുക എന്നത് എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്തതാണ്. ദുഃഖരഹിതമായ ഒരു ലോകമാണ് അവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, ഞാൻ പലപ്പോഴും ദുഃഖിതനാകുന്നു. ഇതിനൊക്കെ പൂർത്തീകരണം ഉണ്ടാകണമല്ലോ. ഇതൊന്നുമില്ലാത്തൊരു ലോകം, ആ ലോകം സ്വർഗമാണ്. ആ സ്വർഗത്തെയാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങളെ മാടി വിളിക്കുകയാണ്. വരൂ ഇബാദുകളെ, വരൂ, നിങ്ങൾക്ക് സമാധാനം മാത്രം, നിങ്ങളുടെ മനസ്സിന് സമാധാനത്തിൻ്റെ കുളിര് പകരുന്നൊരു ലോകമുണ്ട് എന്ന്. സഹോദരങ്ങളെ, ആ സ്വർഗലോകം മോഹമാകുന്ന ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അച്ചടക്കം, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ അഴക്, അതിൻ്റെ സ്നേഹം, അതിൻ്റെ സൗകുമാര്യം മറ്റൊരു സമൂഹത്തിലും സങ്കല്പിക്കാനാവാത്തതാണ്. അള്ളാഹു നമുക്ക് ആ മഹനീയമായ അനശ്വര ലോകം സ്വപ്നം കണ്ട്, അതിൻ്റെ യുക്തികൾ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്. എന്തുകൊണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്താവുന്ന തെളിവുകൾ 1000 നമുക്ക് മുമ്പിലുണ്ട്. ബുദ്ധിയുള്ളവർക്കേ അത് ബോധ്യമാവുകയുള്ളൂ. അതുണ്ടായേ പറ്റൂ എന്ന് നമ്മുടെ ബുദ്ധിയും മനസാക്ഷിയും നമ്മോട് പറയണമെങ്കിൽ നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. ഇല്ലാത്തവർക്ക്, ഒരു ചിന്തയില്ലാത്തവർക്ക് ഇത് തന്നെ, ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയാൻ ആർക്കാ? ഏത് വിഡ്ഢിക്കാ കഴിയാത്തേ? ഏത് കന്നാലിക്കാ കഴിയാത്തേ? അല്ലാഹു തആല അതുകൊണ്ട് തന്നെ നമുക്ക് ആ പരലോക ഭവനം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പടച്ച തമ്പുരാന്റെ അച്ചടക്ക പദ്ധതികൾക്കൊത്ത് ക്രമീകരിച്ചുകൊണ്ട് മോഹം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ മോഹത്തിന് സാക്ഷാത്കാരം വരുന്നൊരു ലോകമുണ്ട്. അവിടേക്കാണ് എൻ്റെ യാത്ര. അതിനുവേണ്ടി എൻ്റെ പടച്ച തമ്പുരാൻ എനിക്ക് വെച്ച് തന്ന അച്ചടക്ക പരിപാടികൾ ഞാൻ പാലിക്കുക തന്നെ ചെയ്യുമെന്ന് തീരുമാനിച്ച് നമുക്ക് ജീവിക്കാനാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അതിനാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യനെ വളർത്തുന്ന ജീവിതം. അതിനാണ് ആത്മാവിനെ പോഷിപ്പിക്കുന്ന ജീവിതം. മറ്റത് തടി വളർത്തുന്ന ജീവിതമാണ്, മൃഗത്തെ പോഷിപ്പിക്കുന്ന ജീവിതമാണ്, അച്ചടക്കമില്ലാത്ത ജീവിതമാണ്, അരാജകത്വത്തിൻ്റെ ജീവിതമാണ്, പിടിച്ചാൽ കിട്ടാത്ത ജീവിതമാണ്, ലോകത്തിന് നാശം വിതയ്ക്കുന്ന ജീവിതമാണ്. ആ ജീവിതമല്ല യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് 2 കൂട്ടരായി എല്ലാത്തിലും മുമ്പേ നടന്നവർ, മറ്റത് നന്മയും തിന്മയും ചേർത്ത് പിടിച്ചവർ, ഈ 2 കൂട്ടരും ആദ്യത്തെ ആളുകൾ അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ ഉടമകളാണ്, അള്ളാഹുവിൻ്റെ സമീപസ്ഥരാണ്, ഉലൈക്കൽ മുഖറബൂൻ. രണ്ടാമത്തെ കൂട്ടരോ അവരും രക്ഷപ്പെട്ടവരാണ്, അവരും ഭാഗ്യവാന്മാരാണ്. ഈ 2 കൂട്ടരിൽ ആരിലെങ്കിലും പെടണം നമുക്ക്. അതെന്താ പാട്? അത് നമുക്കും നല്ലതാ, നമ്മുടെ വീട്ടാർക്കും നല്ലതാ, നമ്മുടെ കൂട്ടാർക്കും നല്ലതാ, നാട്ടാർക്കും നല്ലതാ, ലോകർക്കും നല്ലതാ. അങ്ങനെ അല്ലെങ്കിലോ നമുക്കും നാശമാ, എല്ലാവർക്കും നാശമാണ്. അതുകൊണ്ട് നാശത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് നന്മയുടെ ഈ പദ്ധതികളിലൂടെ ജീവിച്ചാൽ ഈ ലോകത്ത് സമാധാനവും സന്തോഷവും, പരലോകത്ത് നിത്യശാന്തിയും നിത്യസ്വർഗവും. ഈ ഓഫറാണ് മാനവരാശിക്ക് മുമ്പിൽ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൽ നിന്ന് എല്ലാ നബിമാരും വെച്ച് നീട്ടിയത്. അതിനുവേണ്ടി വശംവദരായവർ വിജയികളായത്. ഇനി അള്ളാഹു പറയുന്നു, സൂറത്തുൽ വാഖിഅ തുടരുകയാണ്. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു തആല പറയുന്നു, 3ാമതൊരു കൂട്ടരുണ്ട്, ജീവിതം പാഴാക്കിയവർ. അവരുടെ പേരാണ് നാളെ ഖിയാമത്ത് നാളാകുമ്പോൾ ഇദാ വഖഅത്തിൽ വാഖിഅ, ആ അന്ത്യനാളിങ് ആഗതമായാൽ
ലൈസ ലിവഖഅതിഹാ കാദിബ, അത് നിഷേധിക്കാൻ ഒരാൾക്കും ആവാത്ത സ്ഥിതിയായിരിക്കുമെന്ന്. അന്ത്യനാൾ വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ലെന്നൊന്നും ബുദ്ധിയുള്ളവരോട് വിവരമുള്ളവരോട് ഒരുത്തനും പറയാൻ പറ്റാത്ത കാലത്തായിരിക്കും. പൊട്ടന്മാർക്ക് പാടി നടക്കാം ഇതൊന്നും ഇല്ലടോ എന്ന്. അത് പറയാൻ ഏറ്റവും മിനിമം ഒരു 1-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പോലും ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ലേ? പക്ഷേ ഇത് നിഷേധിക്കാൻ യുക്തിബോധമുള്ളവന്, ശാസ്ത്രബോധമുള്ളവന്, ചിന്താശേഷിയുള്ളവന്, മനസ്സിൻ്റെ ജാലകങ്ങൾ തുറന്നു വെച്ചവൻ ഒരിക്കലും നിഷേധിക്കാനാവാത്ത ആളും അനുഭവങ്ങളുടെ തെളിവുകളുടെ നടുവിലായിരിക്കും ഖിയാമത്ത് നാൾ വരിക എന്ന് പറഞ്ഞ ആ സാബിഖീങ്ങളുടെ നിര പിന്നിട്ട്, രണ്ടാമത് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരുടെ നിരയും പിന്നിട്ട് ജീവിതത്തിൽ പക്ഷേ ഇതൊന്നും അംഗീകരിക്കാനാവാതെ പോയതിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ അച്ചടക്കം നഷ്ടപ്പെട്ട മൂന്നാമത്തെ വിഭാഗത്തെയും സൂറത്തുൽ വാഖിഅ പരിചയപ്പെടുത്തുക. എല്ലാ ദിവസവും സൂറ ഓതണം. കാരണം ഈ ഓർമ്മകളിലൂടെ നാം നമ്മുടെ മനസ്സ് ഓടി നടക്കണം. ഒരു പ്രാവശ്യം നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഈ അദൃശ്യമായ സത്യം നമ്മുടെ മനസ്സിലെ സജീവതയോടുകൂടി നിൽക്കൂല. അതുകൊണ്ട് എല്ലാ ദിവസവും നാം ഇതൊന്ന് പാരായണം ചെയ്യണം. എന്താണ് നമ്മുടെ ജീവിതം? എന്താണ് ലക്ഷ്യം? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ നിരാശകൾക്കിടയിൽ എൻ്റെ പ്രതീക്ഷകളുടെ കേന്ദ്രബിന്ദുവായിരിക്കേണ്ടത് എന്നോർക്കാൻ എപ്പോഴും ഓതണം. എല്ലാ ദിവസവും ഓതിയാൽ അവന് ജീവിത സമൃദ്ധിയുടെ വാതിലുകൾ അള്ളാഹു തുറന്നു വെക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, വീണ്ടും പറയുകയാണ് അസ്ഹാബുൽ ശിമാൽ. എന്നാൽ ദൗർഭാഗ്യവാന്മാർ ജീവിതത്തിൽ 70 വർഷം 80 വർഷം അവൻ്റെ തലയ്ക്ക് മുകളിൽ ഒരേ സൂര്യൻ കിഴക്കുദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിച്ചിട്ട് അവൻ ആവോളം വെളിച്ചം പ്രദാനം ചെയ്തിട്ട് അവൻ ആവശ്യത്തിന് മാത്രം ചൂട് പകർന്നിട്ട് കണ്ണുകൊണ്ട് മനോഹരമായ വർണ്ണപ്രപഞ്ചം ദർശിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് കാതുകൊണ്ട് അക്ഷരക്കൂട്ടുകളെ മനസ്സിലൂടെ കാതുകളിലൂടെ കേട്ടെടുത്ത് ആശയങ്ങളെ ഗ്രഹിക്കാനും വളരാനും അവസരം ലഭിച്ചിട്ട് നാവ് കൊണ്ട് മനോഹരമായ നിലയിൽ സംസാരിക്കാൻ മറ്റൊരു ജീവിക്കും കഴിയാത്ത വിധത്തിൽ അവസരം ഈ ഭൂമിയിൽ കിട്ടിയിട്ട് ഈ ജീവിതത്തെ താനും ഒരു മൃഗവും തുല്യമാണെന്ന് വിചാരിച്ച് മൃഗത്തെപ്പോലെ അച്ചടക്കമില്ലാതെ ജീവിച്ചു പോയ ദൗർഭാഗ്യവാൻ. അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ. ദൗർഭാഗ്യവാന്മാർ അവരെക്കുറിച്ചറിയുമോ? അവരുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് എന്തു പറയാൻ എന്ന് അല്ലാഹു തന്നെ ചോദിക്കുകയാ. ഒരു വലിയ ഭാഗ്യം കെട്ടവരാണ്. ഫീ സമൂമിൻ വഹമീം. ഈ മഹനീയമായ അനുഭവത്തിൻ്റെ ഒരു ലോകത്തേക്ക്, ഈ ലോകത്ത് ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് അച്ചടക്കപൂർണമായി ആത്മാവിൻ്റെ വിശാലതകളെ തിരിച്ചറിഞ്ഞ് ആത്മാവിനെ വളർത്തിയും പോഷിപ്പിച്ചും ജീവിച്ചവർ ഒരു ഭാഗത്ത് ചേക്കേറുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ ലോകത്തെ കെട്ട ജീവിതം നയിച്ചവർ കള്ളു കുടിച്ച്, പെണ്ണ് പിടിച്ച്, ലഹരി അനുഭവിച്ച്, ജീവിത അക്രമത്തിലും അരാജകത്വത്തിലും അടിപിടിയിലുമായി അത് വലിയ അഭിമാനമായി കൊണ്ടു നടന്ന വെറും മൃഗതുല്യരായ ജീവിതങ്ങൾ, അവരാണ് അസ്ഹാബു ഷിമാൽ. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവർ, പരാജയപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ ഉടമകൾ. ഫീ സമൂമിൻ വഹമീം. അവർ തിളജലത്തിലായിരിക്കും, തീക്കാറ്റിലും തിളജലത്തിലുമായിരിക്കും അവരുടെ സങ്കേതം ഒരുക്കപ്പെടുക. ഒരു ലോകം വേറെയാണ്, അത് വേറൊരു ലോകമാണ്. തീക്കാറ്റും തിളജലവും കാത്തിരിക്കുന്ന ലോകം. വളില്ലിൻ മിൻ യഹ്മൂം. കരിമ്പുകയുടെ തണലിലുമായിരിക്കും അവർ. ചൂടാണ്. പരലോകത്തിൻ്റെ സ്വർഗസീമകളുടെ അപ്പുറത്തേക്ക് ഒരാൾ ചുവട് വെച്ചാൽ പിന്നെ അവിടെ ചൂടാണ്, 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 തീയാണ്, തീയാണ്, തീയാണ്. ഉടുക്കുന്ന വസ്ത്രവും തീ, കഴിക്കുന്ന കുടിക്കുന്ന പാനീയവും തീ, കഴിക്കുന്ന ഭക്ഷണവും തീ. തീ കൊണ്ടുള്ള ഒരു വലിയ സൽക്കാരത്തിൻ്റെ പേരാണ് നരകമെന്ന് പറയുന്നത്. ആ ഭീകരതയിലേക്ക് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ജാലകങ്ങൾ തുറന്നു നോക്കണം. അങ്ങനെ ഒരു അനുഭവം വരാനുണ്ട് എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് തീ കാറ്റാണ് പ്രിയപ്പെട്ടവരെ. കൊടും ചൂടത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു തണുത്ത കാറ്റാണ് എപ്പോഴും. രണ്ടാമതൊരൽപ്പം വെള്ളമാണ്, മൂന്നാമതൊരു തണലാണ്. ഇത് മൂന്നുമുണ്ടവിടെ. പക്ഷെ എല്ലാം തീ കൊണ്ടുള്ള കാറ്റാണ്, തീ കൊണ്ടുള്ള കാറ്റാണ്, തിളയ്ക്കുന്ന ജലമാണ്, കരിമ്പുകയുടെ തീയിൽ നിന്നുയരുന്ന കരിമ്പുകയുടെ തണലാണ്. ലബാരിദിം വലകരീം. അതൊട്ടും കുളിരിയെന്നതല്ല. വലകരീം ഒട്ടും ഉദാരവുമല്ല. അത് മൂന്നും ഒട്ടും ഉദാരമല്ല. നിങ്ങളോടൊട്ടും ദാക്ഷിണ്യം കാണിക്കുന്നതല്ല ഇത് മൂന്നും. അങ്ങനെയുള്ള ഒരു അപകടം പിടിച്ച ലോകത്തേക്കാണ് ഈ മനുഷ്യാത്മാവ്, ഈ മൂന്നാമത്തെ വിഭാഗം ആത്മാക്കൾ ചേക്കേറേണ്ടി വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ജീവിച്ചിട്ട് അതാ മിച്ചം കിട്ടുന്നെങ്കിൽ ഇല്ലേ, സന്തോഷമില്ലേ? ജീവിച്ചിട്ട് അതാണ് മിച്ചമെങ്കിൽ ഒന്നും കിട്ടാതെ എന്തായാലും പോവില്ല.
അതുറപ്പല്ലേ? കാരണം ഈ നല്ല ജീവിതം നയിച്ചവരും ഈ തെമ്മാടി ജീവിതത്തിൻ്റെ ഉടമകളും തുല്യരാവുകയോ? ഒരിക്കലുമില്ല. അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലുമില്ല. ഇരുളും വെളിച്ചവും തുല്യമല്ല, രാവും പകലും തുല്യമല്ല. അതുപോലെ തന്നെ ധിക്കാരികളും അതുപോലെ തന്നെ സജ്ജനങ്ങളും തുല്യരല്ല. ഒരിക്കലും ഇത് തുല്യമല്ല. അതുകൊണ്ട് നല്ലവരായോ നല്ലവർക്ക് ഒരു വേറിട്ട ലോകമാണ്, തീയരവർക്ക് കെട്ടവർക്കോ അവൻ്റെ ലോകം വേറെയാണ്. അതുകൊണ്ട് എവിടെ നാം എത്തിച്ചേരണമെന്ന് ഇവിടെയാണ് നാം തീരുമാനിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഓരോന്നും എടുത്താൽ, അതിൻ്റെ തഫ്സീറുകൾ വിശദീകരിച്ചാൽ മണിക്കൂറുകൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ വിശദീകരിച്ചതുകൊണ്ട് അള്ളാഹു ആ ഭയാനകതയിൽ നമ്മളെ കാക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഈ ദുരന്തം അവർക്ക് നൽകിയത്? അള്ളാഹു പറയുക, ഇതുവരെ സ്വർഗം കൊടുത്തവരുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടെന്ന് പറയാത്ത അള്ളാഹു ഇപ്പോൾ എന്തുകൊണ്ടാണ് അവരോട് അത് ചെയ്യുന്നതെന്ന് പറയുക. കാരണം എന്താ? ഔദാര്യം കൊടുക്കുന്നതിന് കാരണം പറയണ്ടല്ലോ. അള്ളാഹുടെ ഔദാര്യത്തിന് കാരണം വേണ്ട, ഇഷ്ടം പോലെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. പക്ഷെ ഒരാളെ പണിഷ് ചെയ്താൽ അള്ളാഹുവിൻ്റെ നീതിബോധമാണത്. അള്ളാഹു തെറ്റ് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഒരാളെ ഒരണുവിൻ്റെ തൂക്കം പോലും അള്ളാഹു ശിക്ഷിക്കൂല. അള്ളാഹുവിൻ്റെ കോടതി അജയ്യമാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരുപാട് തെളിവുകളുണ്ട്. അള്ളാഹുവിൻ്റെ കോടതികളിൽ ലൊക്കേഷൻ തെളിവാണ്. മആലിമഹു മിനൽ അർള്, എവിടെ വെച്ച് പ്രവർത്തിച്ചോ ആ ലൊക്കേഷൻ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നറിയാലോ ലൊക്കേഷൻ അടക്കമാണ് തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കണേ. നേരത്തെ പറഞ്ഞു മആലിമഹു മിനൽ അർള്, ഭൂമിയിൽ ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷൻ തെളിവായിട്ട് വരുമെന്ന്. അപ്പോൾ മനസ്സിലായില്ല. അതുപോലെ തന്നെ അവൻ്റെ വാക്ക് തെളിവ്, അവൻ്റെ തൊലി തെളിവ്, അവൻ്റെ മനസ്സ് തെളിവ്. ഹുസ്സില മാഫി സുദൂർ, ഉള്ളിലുള്ള ഓർമ്മകളായി മറഞ്ഞു പോകാതെ മാഞ്ഞു പോകാതെ ഇന്നും ഉള്ളിൽ 6 വയസ്സിലും 10 വയസ്സിലും ചെയ്തതുപോലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു മനസ്സുണ്ട്. അതിൽ നിന്നൊന്നും അടർന്നു പോകില്ല. ഹുസ്സില മാഫി സുദൂർ, ഇതെല്ലാം പൊക്കിയെടുത്ത് മുമ്പിൽ വെച്ചിട്ട് അവൻ്റെ ചിന്തകളിൽ അവൻ്റെ മനസ്സിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ചുരുളുകൾ അഴിച്ചെടുത്തിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ തൊലികൾ, കൈകൾ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവൻ്റെ നാവ് വായികൾക്ക് അള്ളാഹു സീല് വയ്ക്കും. വതുകല്ലിമുന ഐദീഹിം, കൈകൾക്ക് വർത്തമാനം പറയാൻ അള്ളാഹു കഴിവ് കൊടുക്കും. കൈകൾ സംസാരിക്കും. തഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ കാലുകൾ അവരുടെ കർമ്മങ്ങളെക്കുറിച്ച് സാക്ഷിയും പറയും. പടച്ചോനെ ഉള്ളതാ. കൈ പറയും. നാവ് പറയുമ്പോൾ അവർ പറയും അത്രേ നാവ് കള്ളം പറഞ്ഞതാന്ന്. അപ്പോൾ അള്ളാഹ് നാക്കങ്ങ് വായങ്ങ് പൂട്ടിയിട്ട് കൈയോട് പറഞ്ഞോളാൻ പറയും, കാലിനോട് സാക്ഷി നിൽക്കാൻ പറയും. അപ്പൊ കൈക്കും കാലിനും നാം ചെയ്ത ഓരോ പ്രവർത്തനങ്ങളുടെയും കണികകൾ അത് കയ്യിലും കാലിലും പതിഞ്ഞു കിടപ്പുണ്ടെന്ന് അള്ളാഹ്, ഹൃദയത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട് മായാതെ എന്ന്. അതൊന്ന് സ്ക്രീനിലാക്കിയാൽ മതി, ഡിസ്പ്ലേ ചെയ്താൽ മതി. ഹുസ്സില മാഫി സുദൂർ, അത് കളക്ട് ചെയ്യും. തഹ്സീൽ കേട്ടിട്ടില്ലേ? കളക്ടർ എന്ന് പറയുന്നത്. ഹുസ്സില, അതിൽ നിന്നാ തഹ്സീൽ. അതൊന്ന് കളക്ട് ചെയ്ത് ഇങ്ങെടുത്തേച്ചാൽ മതി. ഉള്ളിലുള്ളത് കളക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും അല്ലാഹു. അൽ കിതാബ്, അവൻ്റെ രേഖകൾ മുഴുവൻ നിവർത്തി വയ്ക്കപ്പെടും. ഫത്തറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, മുജ്രിമീങ്ങൾ ധിക്കാരികൾ ഭയവിഹ്വലരായി അത് കണ്ടിങ്ങനെ ഭയന്ന് വിറച്ചു നിൽക്കും. അപ്പോൾ കണ്ടോ, പണ്ടൊക്കെ കള്ളന്മാർ വന്നിട്ട് കോടതിയിൽ മുമ്പിൽ വന്നാൽ നിഷേധിക്കാനേ പറ്റൂ. ഇന്ന് വീഡിയോ തെളിവുകൾ സമർപ്പിക്കുമ്പോൾ പകച്ചു പോവുകയാണ്. ഇത് തന്നെ സംഭവിക്കും എവിടെയെന്ന്. മിമ്മാ ഫീഹി, ആ ഗ്രന്ഥം റെക്കോർഡിലുള്ളത് കണ്ടിട്ട് മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, ക്രിമിനലുകൾ അത് കണ്ട് പകച്ചു നിൽക്കുന്ന കാഴ്ച താങ്കൾക്ക് കാണാം. വഖൂലു യാ ലൈതനാ മാ ലിഹാദൽ കിതാബ്, അവർ പറയും ഞങ്ങളുടെ ദുർവിധിയെ, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു രേഖയുണ്ടായത്? ഇങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇതൊന്നും കാണാതെ ജീവിച്ചു പോയവരുണ്ടല്ലോ, ഇതുപോലത്തെ CD-യും ഒന്നും കണ്ടിട്ടില്ലാത്തവർ. അവർ പറയും ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹിസാഹാ, ഇതൊന്നും രേഖപ്പെടുത്താത്തതൊന്നും, ഒരു ചെറിയ തരിമ്പ് പോലും എഴുതാനാണെങ്കിൽ സമയമെടുക്കുമല്ലോ. മറ്റേത് വിധത്തിൽ രേഖപ്പെടുത്താനും ചിലതൊക്കെ മാഞ്ഞു പോകുമല്ലോ, വിട്ടുപോകുമല്ലോ. ഒന്നും വിട്ടുപോകാതെ രേഖപ്പെടുത്തിയ CD എന്താണ്, ഈ റെക്കോർഡ് എന്താണ്? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ ഫവജദു മാ അമിലു ഹാദിറ. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതിക്കോളാൻ പറഞ്ഞതാ, ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാ. വജദു മാ അമിലു ഹാദിറ, അപ്പോൾ അവരുടെ കർമ്മങ്ങളെല്ലാം കാളസർപ്പം പോലെ അവരുടെ മുമ്പിൽ പണം പിടർത്തി വരുന്നു. ലൈവായി. ഹാദിർ ലൈവായി വരുന്നു. അല്ലാഹു അക്ബർ. ഈ ലൈവ് വരുമെന്നൊക്കെ അന്ന് പറയാ, അന്നേ പറഞ്ഞു തരികയാണ് നമ്മളോട്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായിരുന്നു ഈ കൊള്ളരുതാത്തവർ ധിക്കാരികൾ ചെയ്ത തെറ്റെന്ന് അള്ളാഹു ചാർജ് ഷീറ്റ് അവതരിപ്പിക്കുകയാണ്. ഒരു തെറ്റും തെളിവില്ലാതെ കോടതി സ്ഥാപിക്കാതെ ഒരു തെറ്റുകാരനെയും അള്ളാഹു ശിക്ഷിക്കില്ല. കോടതിയുടെ തെളിവുകളാണ് അവൻ്റെ ശരീരം, അവൻ്റെ ലൊക്കേഷൻ, അവൻ്റെ നാവ്, അവൻ്റെ കയ്യ്, അവൻ്റെ കാല്, അതുപോലെ തന്നെ അവൻ്റെ തൊലി, അതിലൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ആരും കാണാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോഴല്ലേ നമുക്ക് മനസ്സിലായേ, ഇപ്പോഴല്ലേ CCTV ഒക്കെ ഒന്ന് മനസ്സിലായേ. ഒന്നും നമ്മൾ ചെയ്തതൊന്നും നമ്മുടെ ദേഹത്തുനിന്ന് പോകുന്നില്ല. പോകുന്നത് എപ്പോഴാ? ഇതാ താബൽ അബുദു, ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ചാൽ യമഹുല്ലാഹു, അള്ളാഹു ഡിലീറ്റ് ചെയ്യും, അൻഹു, അവനിൽ നിന്ന്, യമഹുല്ലാ, അവൻ്റെ ശരീരത്തിൽ, മിൻ ജവാരിഹി, അവൻ്റെ അവയവത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും തൗബ ചെയ്യുമ്പോൾ. ഓ മആലിമഹു, ലൊക്കേഷനും ഡിലീറ്റ് ചെയ്യും. ഓ പണ്ടേ പറഞ്ഞതാ, അതൊക്കെ ഇപ്പോഴാണ് നടക്കണേ. ഇതൊക്കെ അള്ളാഹ് നേരത്തെ ഒരുക്കി വെച്ചതാ. അള്ളാഹു തിരിച്ചറിവ് തരട്ടെ. ഇതിനെയൊക്കെ നിഷേധിച്ചവൻ നടന്നതാണ് ഈ കൊടിയ നരകത്തിൻ്റെ തിളജലത്തിലേക്കും തീക്കാറ്റിലേക്കും വലിച്ചെറിയപ്പെടാൻ ഇടയായതെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുക, ഇന്നവും, അവർ ചെയ്ത തെറ്റെന്തറിയോ, ഇന്നവും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, അവരെല്ലാം ആയിരുന്നു ഇതിനു മുമ്പുള്ള ലോകത്ത് ഖബ്ല ദാലിക മുത്റഫീൻ, അടിച്ചു പൊളിച്ചവരായിരുന്നു. ഇതന്നെ കാര്യം, അടിച്ചു പൊളി, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാ എന്ന് പറഞ്ഞ് ജീവിച്ചവരാണ്. ആ ഒരൊറ്റ കുറ്റം തന്നെ ധാരാളം മതി. അടിച്ചു പൊളിക്കാനുള്ളതല്ലേ അല്ല ജീവിതം. എത്ര വലിയ നന്മകളുടെ പർവ്വത സമാനമായി ഈടുവെപ്പുകൾ ഒരുക്കി വെച്ചുകൊണ്ട് ഈ ലോകത്തിന്, തനിക്കും തന്നോട് ബന്ധപ്പെട്ടവർക്കും ലോകത്തിനും ഉപകാരം ചെയ്ത മഹാമനീഷികൾ ജീവിച്ചു പോയ ഒരു ലോകത്ത് എല്ലാം മറന്ന് അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞതാണ് മുത്രഫീൻ. അവർ അടിച്ചു പൊളിച്ച് ജീവിച്ചവരായിരുന്നു. എല്ലാം അടിച്ചുപൊളി. ഇന്നിപ്പോൾ അടിച്ചുപൊളി എല്ലാ കുറവല്ലോ ഉണ്ടോ? ഒരു കല്യാണം നടത്തിയാലുള്ള അടിച്ചുപൊളി മാതല്ല. എന്താ എടുക്കണേ? 10 ലക്ഷത്തിൻ്റെ ആളേ പറ്റുള്ളൂ. ഒരു കല്യാണത്തിലേക്ക് പോയപ്പോൾ പറയുകയാണ്, അടുത്ത് വന്നിട്ട് ആളുകൾ പറയാം, പ്ലേറ്റിന് 4000 നന്നായിട്ട് കഴിച്ചു ഉസ്താദ് എന്ന്. പ്ലേറ്റിന് 4000 അടിച്ചങ്ങ് പൊളിക്കുകയാണ്. ഒരൽപ്പൻ നിഅമത്തുള്ള കയ്യിൽ തന്നപ്പോൾ അത് തന്നെ മതി അള്ളാഹു ഇമ്മട്ടിൽ ഇവനെ ശിക്ഷിക്കാൻ എന്ന്. ജീവിതത്തിൻ്റെ സാധകി, ജീവിതത്തിൻ്റെ ലാളിത്യം മറന്ന് വെറും ഉപഭോക്തൃ തൃഷ്ണയുടെ അടിമകളായി ലോകത്തിൻ്റെ സാമ്രാജ്യത്തെ നമ്മെ മൃഗമായി, പിശാചുക്കളായി മാറ്റിയപ്പോൾ, തൃഷ്ണ വളർത്തിയപ്പോൾ അടിച്ചു പൊളിക്കുകയല്ലാതെ പിന്നെന്തിനാ ജീവിതം എന്ന് നാം ചിന്തിച്ചു പോയത് തന്നെയാണ് അവർ ഈ ഗുരുത്തം കെട്ട, ഭാഗ്യം കെട്ട 3-ാം കൂട്ടരായി മാറാൻ കാരണം. അടിച്ചു പൊളി നിർത്തിക്കോ. ചെറിയ തെറ്റല്ല. കൊച്ചു നമ്മൾ ചെറുതാന്ന് വിചാരിക്കുന്ന അള്ളാഹുടെ മുമ്പിൽ വലുത്. ഒത്തിരി ഒന്നും അടിച്ചു പൊളിക്കണ്ട. എല്ലാത്തിനും ഒന്ന്, തീറ്റയ്ക്കുണ്ട് ഒരു അച്ചടക്കം, കുടിക്കുന്നതിനുണ്ട് ഒരു കൺട്രോൾ, അതുപോലെ തന്നെ ഇണചേരുന്നതിനുണ്ട് അതിൻ്റെ നിയന്ത്രണം, ഉടുക്കുന്നതിനുണ്ട്, നടക്കുന്നതിനുണ്ട്, സഞ്ചരിക്കുന്നതിനുണ്ട്, വീട് വയ്ക്കുന്നതിനുണ്ട്. അടിച്ചു പൊളിച്ചു. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, അവർ മുമ്പത്തെ ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുമ്പത്തെ ലോകത്തിന്, പിന്നത്തെ ലോകത്തിന് വേണ്ടിയാ മുമ്പത്തെ ലോകത്ത് പണിതതെന്ന്. കയ്യും കാലും ഒക്കെ പണിതത് പിന്നത്തെ ലോകത്തിന് വേണ്ടിയാ. ഇവിടെ പിന്നത്തെ ലോകത്തിന് വേണ്ടിയിട്ടാ ഇവിടെ ചിലതൊക്കെ തന്നത്. സിസ്തോർഗൻ തന്നത്, 6-ാം ഇന്ദ്രിയം തന്നത് ഇവിടെ ഒതുങ്ങാത്തതാണ്, പിന്നത്തെ ലോകത്തിനാ. അപ്പോൾ മുമ്പത്തെ ലോകത്ത് എന്ത് ചെയ്തു? ഇത് രണ്ടും ചേർത്താ വായിക്കുന്നേ. മുമ്പത്തെ ലോകവും പിമ്പത്തെ ലോകവും ചേർത്ത് വായിക്കപ്പെടുന്ന ലോകമാണ് ഖബ്ല ദാലിക, മുമ്പത്തെ ലോകത്ത്. അല്ലാതെ ഒരു പുതിയ സംഭവമൊന്നും അല്ലത്. മുമ്പത്തെ ലോകത്ത് എന്ത് ചെയ്തു എന്നുള്ളത് പടച്ചവന് പ്രശ്നമാണ്. അത് നോക്കാൻ വേണ്ടിയാണ്. ദാലിക മുത്റഫീൻ, അടിച്ചുപൊളിയായിരുന്നു അവരുടെ പണി. അടിച്ചു പൊളിക്കുന്നവരെ ഭയപ്പെട്ടുള്ളൂ. മുസ്ലിം ലോകമേ, നിങ്ങളെക്കുറിച്ച് എനിക്ക് പേടിയാകുന്നത് നിങ്ങൾക്ക് സമ്പത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് നിങ്ങൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങുമ്പോഴാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, ഇന്ന അഖ്ഷാലേക്കും ലാ അഖ്ഷാലേക്കുമുൽ ഫഖർ, നിങ്ങൾക്ക് ദാരിദ്ര്യമുള്ള കാലത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഒരു പേടിയുമില്ല എനിക്ക്. വലാകിന്നി അഖ്ഷാലേക്കും, അറബിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോൾ ഈ ദുരന്തം വല്ലതും ഉണ്ടായിരുന്നു? അറബിക്ക് പണം വന്നപ്പോൾ എന്താണിപ്പോൾ? സ്വസ്ഥമായ ഒരു ഉറക്കമുണ്ടോ? അന്തുബുസത്താലേക്കും ദുനിയാക്കും. അതുകൊണ്ട് അടിച്ചുപൊളിക്കാരേ, നരകം നിങ്ങളെ കാത്തിരിക്കുന്നു. അടിച്ചുപൊളി ചെറുതല്ല, ചിന്തിക്കായിക. നരകത്തിൻ്റെ നരകത്തിന് വേണ്ടി ഒരു വലിയ സംഘം ജിന്നിനെയും മലക്കിനെയും ഞാൻ ഒരുക്കുന്നു. എന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് മനസ്സുണ്ട്, മനസ്സിലാക്കി ചിന്തിക്കുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, ചിന്തിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് നരകം തന്നുകളയും അല്ലാഹു തആല. അത്ര വലിയ സാധനമാണ്. കാണാൻ കണ്ണ് തന്നതിനേക്കാൾ വലുതാണ്, കേൾക്കാൻ കാത് തന്നതിനേക്കാൾ വലുതാണ്, പിടിക്കാൻ കൈ തന്നതിനേക്കാൾ വലുതാണ്, നടക്കാൻ കാല് തന്നതിനേക്കാൾ, വർത്തമാനം പറയാൻ നാക്ക് തന്നതിനേക്കാൾ വലുതാ ചിന്തിക്കാൻ തലച്ചോറ് തന്നത്. അതുപയോഗിച്ച് ഈ പ്രകൃതിയിൽ നിൻ്റെ സ്ഥാനം നീ കണ്ടെത്തിയില്ലെങ്കിൽ
അവിടെ ചിന്തിച്ചില്ല എന്നത് തന്നെയാണ് കാരണം. വക്കാനു യുസിറൂന അലൽ ഹിൻസിൽ അളീം, അവരവരുടെ കൊടും പാപങ്ങളിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമായിരുന്നു. മോനെ നിർത്തടാ എന്ന് പറഞ്ഞാൽ ഇല്ലില്ലില്ല. അങ്ങനെയുള്ളവർക്കാണ്. തെറ്റ് ചെയ്തു പോയി, ആ തെറ്റിൽ എന്നിട്ട് പശ്ചാത്തപിച്ചവർക്ക് വേണ്ടിയല്ല, ഇത് പശ്ചാത്തപിച്ചവർക്ക് വേണ്ടിയല്ല, മറിച്ച് അതിൽ അങ്ങനെ തന്നെ ഉറച്ചു നിന്നവർക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയാ. അപ്പം ഈ കൊടും തിള, ഈ വലിയ തിളച്ചു മറിയുന്ന ഭീകരമായ നരകം, അള്ളാഹു താല അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്തലിഖു ഇലാമാ കുന്തും ബിഹി തുകദ്ദിബൂൻ. മുർസലാത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നിഷേധിച്ചിടത്തേക്ക് അങ്ങ് പൊക്കോ, ഇല്ലെന്ന് പറഞ്ഞിടത്തേക്ക് പൊക്കോളാനാ പറഞ്ഞ. അവിടെ ചെല്ലുമ്പോൾ ഒരു പരിഹാസ രൂപേണ ഇലാമാ കുന്തും ബിഹി തുകദ്ദിബൂൻ ഇന്തലിഖു ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ്. 3 ഇതളുകളായി പിരിഞ്ഞുയരുന്ന തീപ്പുകകളുടെ ലോകത്തേക്ക്, നിഷേധിച്ചിടത്തേക്ക് അങ്ങോട്ട് പൊക്കോളൂ എന്ന് അല്ലാഹു തആല പറയുമെന്ന്. ഇന്ന ലാ യുഗ്നി മിനൽ ലഹബ്, ആ പുകച്ചുരുളുകൾ നിങ്ങളുടെ തിളപ്പിൽ നിന്ന്, നിങ്ങളുടെ കൊടിയ ഉഷ്ണത്തിൽ നിന്ന് നിങ്ങൾക്കൊരൽപ്പവും ആശ്വാസം തരികയില്ല. ഇന്നഹ തർമീ ബിശറരിൻ കൽ ഖസർ, ആ മഹാനരകത്തിൽ നിന്നുയരുന്ന അഗ്നിജ്വാലകൾ മാളികകളെ പോലെ അതിൻ്റെ പൊരികൾ തെറിപ്പിക്കുമെന്ന്. മാളിക കെട്ടിടം പോലെയാണ്. നരകത്തിൽ നിന്നുയരുന്ന അഗ്നിയിൽ ആ കത്തി എരിയുന്ന നരകത്തിൽ നിന്ന് ഉത്തരിക്കുന്ന അതിൻ്റെ പൊരികളുണ്ടല്ലോ, തീപ്പൊരികൾ കെട്ടിടങ്ങൾ പോലെ, മാളികകൾ പോലെ ആയിരിക്കുമെന്ന്. ചെറിയ കത്തലുണ്ടെങ്കിൽ കൊച്ചു പൊരികളാണ് മുകളിലോട്ട് പോവുക. വലിയൊരു പൊട്ടിത്തെറിയാണെങ്കിൽ പൊരി പിന്നെയും വലുതാകും അല്ലേ? നരകത്തിൻ്റെ തിളയിൽ നിന്നുയരുന്ന പൊട്ടിത്തെറി കെട്ടിടങ്ങൾ പോലെ. കഅന്നഹാ ജിമാലത്തുൻ സുഫുർ. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, മഞ്ഞ ഒട്ടകങ്ങൾ ഇങ്ങനെ കുതറി കളിക്കുന്നത് പോലെ തോന്നും. മഞ്ഞ ഒട്ടകങ്ങൾ കുതറി മരുഭൂമിയിൽ കളിക്കുന്നത് പോലെ തോന്നും. ആകാശത്തേക്ക് അതിൻ്റെ തീയുടെ ആ മഹാഭീകരത. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ലോകത്തുണ്ടോ എന്നൊക്കെ ഇന്നിപ്പോൾ സംശയിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഒരു സംശയവും വേണ്ട, ഇതൊക്കെ ലോകത്ത് കണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അല്ലാഹു തആല നരകത്തെ സംബന്ധിച്ച് പറഞ്ഞ അനുഭവങ്ങൾ ഭൂമിയിൽ തുർക്ക്മെനിസ്ഥാനിൽ 230 അടി ആഴത്തിൽ കത്തിക്കൊണ്ട് 50 വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരകഗർത്തം, ഡോർ ഓഫ് ഹെൽ, നരകത്തിലേക്കുള്ള വാതായനം എന്നാണ് ലോകം അതിനെ വിളിക്കുന്നത്. നമുക്കൊക്കെ കാണാം. അതുകൊണ്ട് നരകമില്ല. ഈ പറയപ്പെട്ട അതിൽ നിന്നുതിരുന്ന തീപ്പൊരികൾ എത്ര വലിപ്പത്തിലാണെന്ന് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഒരു തീപ്പൊരി ചിതറുന്ന കെട്ടിടങ്ങൾ പോലെയും ചുമന്ന മഞ്ഞ ഒട്ടകങ്ങൾ പോലെയും തീപ്പൊരികൾ ചിതറുന്ന അഗ്നിജ്വാലകൾ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ എവിടെയാണ് ഉള്ളത്? അങ്ങനെ ഒരു ലോകമുണ്ടോ എന്നൊക്കെ സംശയിച്ചെങ്കിൽ, നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ നാം അറിയുന്ന കോണുകളിൽ പോലും അതൊക്കെ കണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിഷേധം വേണ്ട. എന്തായിരുന്നു ഇത്തരക്കാരുടെ പണിയെന്നല്ലേ അല്ലാഹു തആല പറയുകയാണ്. അവരുടെ ഏറ്റവും വലിയ കൊള്ളരുതായിക ഇതിനെല്ലാം അവർ നിഷേധിച്ച് തള്ളുമായിരുന്നു എന്നുള്ളതാണ്. എല്ലാം ഇന്നഹും കാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം. കൊടിയ അക്രമങ്ങൾ അവർ ചെയ്യുമ്പോൾ അവരോട് അരുതേന്ന് പറഞ്ഞാൽ അവരതിൽ നിന്നാണ് പോലും വ്യതിചലിക്കാതെ അവരതിൽ ഉറച്ചു നിൽക്കും. തെറ്റ് ചെയ്യുന്നവരെ അല്ല അത് ശിക്ഷിക്കുന്നത്, തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അംഗീകരിച്ച് തിരുത്താൻ കൂട്ടാക്കാത്ത ധിക്കാരികളെയാണ്. വകാനു യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. ഞങ്ങൾ മരിച്ച് എല്ലും മണ്ണുമായി ദ്രവിച്ചു പോയാൽ പിന്നെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയോ എന്നവർ പരലോകത്തെ നിഷേധിക്കുമായിരുന്നു. അതിൻ്റെ സമ്മാനമാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് പടച്ചതമ്പുരാൻ നാളെ അവരോട് പറയപ്പെടും അത്രേ. അള്ളാഹു കാക്കുമാറാകട്ടെ. സൂറത്തുൽ വാഖിഅ നമ്മളോട് പരലോകത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ വേണ്ടിയാണ്. അതെല്ലാ ദിവസവും പാരായണം ചെയ്യാൻ. സ്വർഗവാസികൾക്ക് എന്ത് കിട്ടും ഈ ലോകത്തെ ജീവിതത്തിൽ? എന്തിനാണ് നാം പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ ഈ ലോകത്തെ ജീവിതത്തിൽ എന്തുകൊണ്ട് നമുക്ക് അരുതായികകൾ ചെയ്തുകൂടാ എന്ന കൃത്യമായ ഓർമ്മ ചിന്തയോടുകൂടി അടിച്ചുപൊളി പ്രവണതകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തവും സൂറത്തുൽ വാഖിഅ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല പരിശുദ്ധമായ ഈ സൂറ നമുക്ക് പറഞ്ഞു തരുന്ന, ഓർമ്മപ്പെടുത്തി തരുന്ന സന്ദേശങ്ങളെ കൃത്യമായി ജീവിതത്തിൽ സജീവമായി നിലനിർത്തിക്കൊണ്ട് നന്മകൾ പ്രവർത്തിച്ചും തിന്മകളിൽ നിന്ന് അഥവാ അറിയാതെ തിന്മകളിൽ ആപതിച്ചു പോയാൽ അതിൽ നിന്ന് വ്യതിചലിക്കാനും അതിനെ ഉപദേശിക്കുന്ന തെറ്റി ഉണർത്തുന്ന ആളുകളുടെ നേരെ നമ്മൾ അവരുടെ നേരെ അവരെ നിഷേധിക്കാതെ, അതിൽ നിന്ന് അവരെ ധിക്കരിക്കാതെ, തെറ്റുകളിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് വിട്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഈ മഹാദുരന്തത്തെ അതിജീവിക്കാൻ പടച്ചതമ്പുരാൻ നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.